കേരളം ഇപ്പോൾ നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാകാത്തതാണ്. ആവശ്യത്തിന് നദീജലവും ജലവൈദ്യുത പദ്ധതികളുമുള്ള കേരളം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള വെറും 20% താഴെ മാത്രമാണ്. 80% വൈദ്യുതിയും പുറത്തുനിന്ന് വില കൊടുത്തു വാങ്ങുന്നു. വൈദ്യുതി പ്രതിസന്ധി പോലെ ഏറ്റവും അധികം വൈദ്യുതി നിരക്ക് ജനങ്ങളെ പിഴിഞ്ഞീടാക്കുന്നതും നമ്മുടെ സംസ്ഥാനമാണ്. മുൻകാല റെക്കോർഡുകൾ ഭേദിച്ച് കേരളം കൊടുംചൂടിൽ വെന്തുരുകുമ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തെ വൈദ്യുതി ഉപഭോഗമാണ് കുതിച്ചുയരുന്നത്. രാജ്യത്താകെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി 2003 പാർലമെൻറ്റ് പാസാക്കിയ വൈദ്യുതി ഭേദഗതി നിയമം നടപ്പാക്കാത്ത ഏക സംസ്ഥാനവും കേരളമാണ്. അതുപോലെ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായ സ്മാർട്ട് മീറ്റർ പദ്ധതി അത് യൂണിയനുകളുടെ പിടിവാശിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതുമൂലം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടികളുടെ സബ്സിഡിയാണ് വൈദ്യുതി ബോർഡിന് നഷ്ടമായത്. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയാൽ മാത്രം ഒരു വർഷം വൈദ്യുതി വാങ്ങുന്നതിൽ 1000 കോടി വീതം ലാഭിക്കാമെന്നാണ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയെങ്കിലും കേരളത്തിൽ മാത്രമാണ് അതിന് വിലക്ക്. 3600 കോടിയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതിയെ എതിർത്തതിലൂടെ അതിലെ യൂണിയനുകൾ ചെയ്തത്. വൈദ്യുതി ഉപഭോഗത്തിൻ്റെ 150-ലധികം വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ മനുഷ്യ ഇടപെടലില്ലാതെ വൈദ്യുതി ബോർഡിൻ്റെ സെർവറിൽ എത്തിക്കുന്നതാണ് സ്മാർട്ട് മീറ്റർ സംവിധാനം. പ്രീപെയ്ഡ് സംവിധാനം വരുന്നതോടെ വൈദ്യുതി ഉപയോഗം ഉപഭോക്താക്കൾക്ക് നിരീക്ഷിക്കാനാകും. ഓഫീസിലിരുന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും പുനഃസ്ഥാപിക്കാനും എത്ര വൈദ്യുതി ഉപയോഗിച്ചുവെന്ന് കണക്കാക്കാനും ഉദ്യോഗസ്ഥർക്കും കഴിയും. ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് 1 മാസം കഴിയുമ്പോഴാണ് ബോർഡിന് പണം ലഭിക്കുന്നത്. പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ വന്നാൽ പണം അഡ്വാൻസായി ലഭിക്കും. ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് വ്യത്യസ്ത നിരക്കും നിലവിൽ വരും. അതിനാൽ വൈദ്യുതിയിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനും നിരക്ക് കൂടിയ സമയത്ത് ഉപഭോക്താവിന് വേണമെങ്കിൽ ഉപയോഗം കുറയ്ക്കാനുമാകും. മാത്രമല്ല ജീവനക്കാരുടെ എണ്ണം ബോർഡിനും കുറയ്ക്കാനുമാകും. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 37 ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പദ്ധതിയെ സ്വകാര്യവൽക്കരണമായി വ്യാഖ്യാനിച്ച് ഇവിടെ അത് അനുവദിക്കില്ലെന്ന നിലപാടാണ് യൂണിയനുകൾ സ്വീകരിച്ചത്. പ്രീപെയ്ഡ് സംവിധാനം വന്നാൽ മീറ്റർ റീഡർ, ബില്ലിംഗ് സെക്ഷൻ തസ്തികകളിലെ ജീവനക്കാരില്ലാതാകും. ആ ഇനത്തിൽ തന്നെ കോടികൾ വൈദ്യുതി ബോർഡിന് ലാഭിക്കാം. പക്ഷേ അതിന് വിലങ്ങുതടി യൂണിയനുകളാണ്. അഴിമതിയും ധൂർത്തും ആസൂത്രണമില്ലായ്മയും തൊഴിലാളി സംഘടനകളുടെ ധാർഷ്ട്യവും ഇതൊക്കെ കൊണ്ട് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ സ്ഥാപനമായി മാറി വൈദ്യുതി ബോർഡ്. പൊതുഖജനാവ് മുടിച്ചുകൊണ്ട് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയുടെ വഴിയിലേക്കാണ് വൈദ്യുതി ബോർഡിനെയും കൊണ്ടുപോകുന്നത്. ബോർഡ് നന്നാകണമെങ്കിൽ യൂണിയനുകളെ നിലയ്ക്ക് നിർത്തണം. സർക്കാരിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങുന്ന സമയം അതിവിദൂരമല്ല.